ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഉച്ചയായി, ഇവിടെ ഒരു ടൈമായി. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡ് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിങ്ങും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഓണറിൻ്റെ വീട്ടിലോട്ട് പോകും. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ പുള്ളിക്കാരി സ്വന്തമായിട്ട് കേക്ക് ബേക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അത് കാണാനും അപ്പോൾ ഞങ്ങളെ വിളിച്ചതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. സോറി ചിക്കൻ ഫ്രൈ. നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാം, ചുമ്മാ രസം. ഓക്കെ ഗൈസ്, സെറ്റായിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, ചിക്കൻ ഫ്രൈ, മോര് കറി, ചോറ്. അങ്ങനെ ഞങ്ങൾ ഫുഡും എല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ ഓണറിൻ്റെ വീട്ടിലോട്ട് പോയി. ഓണറിൻ്റെ വീട് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ പോയി. ഒരു ഉച്ചയായി, ഒരു 3 മണിയായി തോന്നുന്നു. എന്നിട്ട് നമ്മളവിടെ ചെന്നു. എന്നിട്ട് പുള്ളിക്കാരി എന്നെയും അവളെയും കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുട്ട പൊട്ടിച്ചിട്ട് എഗ് വൈറ്റ് വേറെ യെല്ലോ വേറെ സെപ്പറേറ്റ് ഇടുന്നതൊക്കെ കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ ഇടാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. കേക്ക് ഉണ്ടാക്കാനൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീം പരുവത്തിലായി കഴിയുമ്പോൾ മറ്റേ യെല്ലോ മാറ്റി വെച്ചിരിക്കുന്ന യെല്ലോയും കൂടെ ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ ഇവർ ചേർത്തേക്കുന്നത് വൈൻ ചേർത്തിട്ടുണ്ട്. വൈനിനകത്ത് സോഡ ഇട്ടിട്ടാണ് ചേർത്തത് കേട്ടോ. അത് വെച്ചിട്ട് ബീറ്റ് ചെയ്യണം നല്ലപോലെ. പിന്നെ തേനിട്ടിട്ടുണ്ട്, 3 ടീസ്പൂണോളം തേനിട്ടിട്ടുണ്ട്. അതും ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യാം. എന്നിട്ട് അവരെടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് ഷുഗർ എടുത്തിട്ട് കുറച്ച് ഇട്ടിട്ട് ബീറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ബീറ്റ് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു പരുവമായി കഴിയുമ്പോൾ ആ പൗഡർ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ പറഞ്ഞത് ഏത് ടൈപ്പ് ഫ്ലോർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ എടുത്തേക്കുന്നത് എന്ത് പൗഡറാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായില്ല. കോണാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും നമ്മൾ ഷുഗർ എടുത്തേക്കുന്ന ആ സെയിം കപ്പിൻ്റെ അളവിൽ തന്നെ 2 കപ്പ് എടുത്തിട്ട് അതും കുറച്ചിട്ടിട്ട് ബീറ്റ് ചെയ്ത് നല്ലപോലെ ഒരു പരുവത്തിലാക്കണം. Simple powder, homemade. It is from our grandfather's village. You will add in your video. And we feed it to the oven. And 170 is enough for this. 30 minutes. Not 30 minutes. 15 minutes is okay for this. If you fail, I will pull it by a spoon. Don't worry. Okay, it's good. Cut it. Okay. Then
എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ സെറ്റാക്കി അത് നമ്മൾ ഓവനകത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ലെയർ വേണം. സെക്കൻഡ് ലെയർ ആണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ ഓൾറെഡി ഓക്കെ ആണ്. അപ്പോൾ അതിപ്പോൾ ഓവനിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ടും ഇവിടെ മിക്ക ആൾക്കാരും പുറത്താണ് മിക്ക കുക്കിങ്ങും എല്ലാം ചെയ്യാറ്. കിച്ചണിൽ ഒന്നും ചെയ്യാറേ ഇല്ല. കാരണം ഭയങ്കര ചൂടാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ. പ്രത്യേകിച്ച് സമ്മർ അവസാനിക്കാറായി, അതുകൊണ്ടും കൂടെ നല്ല ചൂടുണ്ട്. ഒരു 10 ഡേയ്സിനുള്ളിൽ സമ്മർ കഴിയും. പിന്നെ വിൻ്ററായിട്ട് എന്ന് വെച്ചാൽ ഒരു തണുപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. വിൻ്ററായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒക്ടോബർ സംതിങ് ആവണം. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ എടുത്തു കേട്ടോ. അത് ഓക്കെ ആയി. ഫസ്റ്റ് ലെയർ എടുത്തിട്ട് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരി. സെക്കൻഡ് ലെയറിലേക്ക് വേണ്ടിയിട്ടുള്ള അടുത്തത് Karaga coffee. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളപ്പോൾ കേക്ക് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കോഫി കുടിക്കാൻ പോകണം. ചിന്ന ബ്രേക്ക് എടുക്കാൻ പോകണം. ഇവരുടെ അവിടെ എപ്പോഴും ഇവർ കുടിച്ചുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ് കോഫി. ഇവരൊരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 10-20 വട്ടമെങ്കിലും കോഫി കുടിക്കും. നല്ലപോലെ കോഫി കുടിക്കും. അത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു സ്പൂണൊന്നും ഇട്ടിട്ടല്ല ഇവർ കോഫി കുടിക്കുന്നത്. 5 പേർക്ക് കോഫി ഇടാൻ പറ്റുന്ന അത്രയും സ്പൂണാണ് ഒരാൾക്ക് ഇവർ കോഫി ഇടുന്നത്. നല്ല കട്ടിക്ക്, അതും ഷുഗർ ഇടത്തില്ല. ഇവർ ഷുഗർ ഇടാതെയാണ് കോഫി കുടിക്കുന്നത്. അതുപോലെ അവർ കോഫി കുടിക്കുന്നത്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കോഫി വേണം. അപ്പോൾ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചൊന്ന് ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ പുറത്തോട്ട് എടുത്തു കേട്ടോ. എന്നിട്ടിപ്പം ക്രീം ഉണ്ടാക്കാൻ പോവാണ്. ക്രീമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ ഇവരെടുക്കുന്നത് ബട്ടറും പിന്നെ ഷുഗർ, പിന്നെ വാനിലയുടെ ഒരു പൗഡർ, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ വേറൊരു ടൈപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചോക്ലേറ്റിൻ്റെ കളറുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ എല്ലാം ഇട്ടിട്ടാണ് ക്രീം ഉണ്ടാക്കുന്നത്. പിന്നെ ഓണറിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് ഞങ്ങളുടെ താഴത്തെ വീട്ടിലെ ആൾക്കാരാണ് കേട്ടോ. അവിടുത്തെ ഒരു നല്ല ഒരു താത്തി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പുള്ളിക്കാരി വന്നിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ഇവർ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഓരോന്ന് സംസാരിക്കും, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. എനിക്കിപ്പോൾ കേട്ടാൽ കുറച്ച് മനസ്സിലാവും. അപ്പം അത് കഴിഞ്ഞിട്ട് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ഓണറിൻ്റെ മോളാണ്, മരിയ എന്നാണ് പേര്. നല്ല രസമാണ് അതിനെ കാണാൻ, അത് സംസാരിക്കാനൊക്കെ. അങ്ങനെ നമ്മൾ ക്രീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓണറിൻ്റെ ഏറ്റവും ഇളയ കുട്ടിയാണ്. ഇതിന് ഭയങ്കര ക്യൂട്ടാണ്, സംസാരം കേൾക്കാനൊക്കെ നല്ല രസമാണ്. പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ട്, മനസ്സിലുണ്ട്. ഇവിടെ ഒരാൾ വരച്ച് കളിക്കും, ഇവിടുത്തെ പിള്ളേരുടെ സ്ലേറ്റിൽ. ഇതെന്തോ വരയ്ക്കുന്നത്? തേങ്ങയില്ലേ തെങ്ങില്? ഒരു ഓല വീഴുന്ന വരയ്ക്കും. ഒരാളെയും കൂടെ വരയ്ക്കാൻ പറ്റും. മിൽക്ക് മേഡാണോ? Condensed milk. This please. Not chocolate, it is just boiled the same condensed milk. Only it is boiled one. And the color is color. As I know the real how. You just
can do this ഉം. way, just this way. As I like much chocolate, Mommy, after ice I also okay, we finish. ഓക്കെ കഴിഞ്ഞു. Oh, എനിക്ക് there are Asian. ഇപ്പം ഗൈസ് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്താണ് കേക്കിനെ പറ്റി പറയാനുള്ളത്? പുള്ളിക്കാരി കേക്ക് ഉണ്ടാക്കുമല്ലോ. കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. കണ്ടിട്ട് കൊള്ളാം. തിന്ന് നോക്കിയിട്ട് പറയാം. Չուտորի մալը ուտողին հալալա, լավ, դու գիտես, հետո չասես չտվին, ես սոպ չեմ խմում, շատ կներեք ժողովուրդ ջան. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്ത് നല്ല ഒരു ഫാമിലിയാണ് കേട്ടോ അവർ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓൾറെഡി ഇന്നലെ കേക്കൊക്കെ ആയിട്ട് പോയായിരുന്നു. സർപ്രൈസ് ആയിട്ട് കേക്കും ചോക്ലേറ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ തന്നെ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കി. നല്ല കേക്കായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കോഫിയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഒരു സൺഡേ അവസാനിച്ചിരിക്കുകയാണ് ഗായ്സ്. ഇനിയിപ്പം യൂഷ്വൽ തിങ്സ്, ഫുഡ് കഴിക്കുന്നു, എന്താ പറയുക, കിടക്ക് തോന്നുന്നു, ഉറങ്ങുന്നു, നാളെ ജോലിക്ക് പോകുന്നു, അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.